അപ്പോൾ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ നല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബുള്ളറ്റ് സ്പെഷ്യലിസ്റ്റാണ്. അനിയെന്നാണ്. നമ്മുടെ പരവൂര് ഒഴുവാർ എന്ന സ്ഥലത്തായിരുന്നു കുടുംബം. അച്ഛൻ അറിയപ്പെടുന്ന ഒരു ബുള്ളറ്റ് ഡോക്ടറായിരുന്നു. അവരുടെ മക്കൾ 2-3 പേരാണ്. അതിലിത് നടുവത്തെ ആൾ, മൂത്ത ആൾ മണിക്കുട്ടൻ അണ്ണൻ, രണ്ടാമത്തെ ആൾ അനിയണ്ണൻ, ഇളയത് അരുണ് എൻ്റെ കൂടെ പഠിച്ചതാണ്. പണിയുടെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് മറ്റ് ജില്ലക്കാർ തന്നെ തിരക്ക് ഈ പരവൂരേക്ക് ബുള്ളറ്റ് പണിയാനായി വരുന്നത്. അപ്പോൾ അനിയണ്ണൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. നമസ്കാരം. എന്തുകൊണ്ട് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പണികളൊക്കെ? പണിയൊക്കെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്, കുഴപ്പമില്ല. ഒരുപാട് പണി നമ്മൾ എടുക്കാറില്ല. പൊതുവെ എങ്ങനെയുണ്ട് ബുള്ളറ്റിനെ കുറിച്ചുള്ള പുതിയ വണ്ടികളെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ? പുതിയ ഇപ്പോൾ ഇറങ്ങിയ വണ്ടി നല്ല വണ്ടിയാണെന്ന് പറയുന്നത്. മറ്റേ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ മെറ്റിയോർ എഞ്ചിൻ നല്ല വണ്ടിയാണ്. മറ്റേ വണ്ടി ഇടയ്ക്ക് ക്ലാസിക്കെല്ലാം പോയത് കംപ്ലൈൻ്റ് ആയി. ഹലോ, ബുള്ളറ്റ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്ര നാളായി? എത്ര വർഷമായി? 40 വർഷമായി. 40 വർഷമായി. ഇതുവരെ എത്ര വണ്ടി, എഞ്ചിൻ പണിയുടെ കാര്യം ചോദിക്കുന്നില്ല, മൊത്തം അഴിച്ചു പണി, എഞ്ചിൻ പണി എല്ലാം ഉൾപ്പെടെ ഏകദേശം എത്ര വണ്ടി ചെയ്തിട്ടുണ്ട്? ഒരു കണക്കില്ലത്. എന്നാലും ഒരു ഉദ്ദേശം. 15,000 വയസ്സിൽ തുടങ്ങിയല്ലേ, ഇത്രയും വർഷമായില്ലേ. ഒരു ഏകദേശ കണക്ക് എത്ര ഉണ്ടാവും? ഏകദേശം 10,000 വണ്ടി കൂടുതൽ പണിഞ്ഞാണ്. 10,000 വണ്ടി പുറത്ത് ബുള്ളറ്റ് പണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ വന്നെന്ന് പറഞ്ഞു, തൃശ്ശൂരിൽ നിന്നും. ഒരു BSA അല്ലേ, BSA വണ്ടി വന്നത്. ഇതെങ്ങനെയാണ് ഇവിടെ എണ്ണ തിരക്കി ഇവിടെ വന്നത്? അത് യൂട്യൂബിലൊക്കെ പറഞ്ഞത്. യൂട്യൂബിൽ ഇവിടുത്തെ പണിയെ കണ്ട് തിരക്കി വന്നതാണല്ലേ. ഇത് മഹാരാജാവ് ഉപയോഗിച്ച വണ്ടിയാണ്. അവരെ വണ്ടിയായിരുന്നു അത്. തൃശ്ശൂർ ചിത്ര തിരുനാൾ മഹാരാജാവ് ഉപയോഗിച്ച വണ്ടിയാണ്. അപ്പോൾ അത് തൃശ്ശൂർ സ്വദേശിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ലേലം എടുത്താണ്. ലേലം പിടിച്ചാണ്. ഇപ്പോൾ അത് രാജാവിൻ്റെ പേരിലാണോ? പേര് മാറി. അത് ശരി. സെക്കൻഡ് ഓണറാണ്. ഫസ്റ്റ് ഓണർ രാജാവായിരുന്നു. അപ്പോൾ അത് എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? 1.5 വർഷമായി. 1.5 വർഷമായി വന്നിട്ട്. ഇപ്പോൾ ഏകദേശം പണി കഴിയാറായി. പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡൈനാമോ മാത്രമേ ഉള്ളൂ. ഡൈനാമോ അത് റണ്ണിങ് കണ്ടീഷനിലാണോ അതോ റണ്ണിങ് കണ്ടീഷനാണ്? ഓടിച്ചുകൊണ്ട് വന്നതാണോ അതോ? അല്ലല്ല, വണ്ടി വാരിക്കൊണ്ട് വന്നത്. അത് ശരി. ഞാൻ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഇവിടെ റീസ്റ്റോർ ചെയ്ത് എഞ്ചിനെല്ലാം പണിഞ്ഞെല്ലാം പ്ലേറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടു. ബ്രിട്ടീഷ് സ്പെഷ്യൽ ആർമി എൻ്റെ പേര്. 47 മോഡല്. പിന്നെ റിജിഡ് ഷോക്ക് ഓഫ്സറാണ്. ഷോക്ക് ഓഫ്സർ ഇല്ല വണ്ടിക്ക്. ഷോക്ക് ഓഫ്സർ ഇല്ല, റിജിഡ്. പിന്നെ മാഗ്നറ്റോ ഡൈനാമോ എല്ലാം ആ മോഡലാണ്. കുഴപ്പമൊന്നുമില്ല. എല്ലാം ഇത്രയൊക്കെ എഞ്ചിനൊക്കെ റീസ്റ്റോർ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ്. ഡൈനാമോ വർക്ക് ചെയ്യുന്നത്. ഡൈനാമോ ശരിയാക്കാനിട്ട് ലണ്ടനിൽ അയച്ചേക്കുന്നു. ലണ്ടനിൽ? നമ്മളിവിടെ ഇതിൻ്റെ സ്പെയറൊന്നും കിട്ടില്ല. അപ്പോൾ ലണ്ടനിൽ നിന്ന് വരണം. വന്നെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ കൊണ്ടുവരുമായിരിക്കും. ഇത് എവിടെ ഓണർ ആരാണ്? തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നതാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നല്ല ഒളിയിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ ഉണ്ട്. പഴയ കാലങ്ങളൊക്കെ ഒന്ന് പറയാം അച്ഛനെ കുറിച്ചൊക്കെ. അച്ഛനൊക്കെ അറിയപ്പെടുന്ന ഒരു മോട്ടോർ സൈക്കിൾ നമ്മുടെ പ്രിയപ്പെട്ട മണിയങ്കിള്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ആൾ. പുള്ളി മരിച്ചിട്ട് 20 വർഷത്തിക്കുള്ള. 20 വർഷമായി. നമുക്ക് ഇപ്പം നല്ല യഥാർത്ഥ കൊല്ലം മണി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. അതെ, കൊല്ലം മണി ബുള്ളറ്റിൻ്റെ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം തൊട്ട വണ്ടികളെല്ലാം നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അല്ലേ, വണ്ടിക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അത് കണ്ടുപിടിച്ച് മാറ്റുന്ന ഒരു. പണ്ടൊക്കെ ആ ബുള്ളറ്റിൽ കയറി വരുന്ന നമുക്കത് ഓർമ്മയുണ്ട് നമ്മളെ മനസ്സിൽ. നമ്മളെ പൊടിയിലെ പുള്ളി ഇങ്ങനെ ബുള്ളറ്റ് ഓടിച്ച് പിന്നെ കൂടെയൊക്കെ വരുന്നത് ഇപ്പോഴൊക്കെ നല്ല ഓർമ്മ നിൽക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? കുടുംബമൊക്കെ എങ്ങനെയുണ്ട്? കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. മോനും കൂടെ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവിടെ സിംഗപ്പൂർ പോയി. അവിടെ എന്താ ജോലി എന്തെങ്കിലും ആകാം? എഞ്ചിനീയറാണ്. അത് ശരി. അപ്പോൾ അവിടെ ജോലിയായി.
ഇപ്പോൾ ഇവിടെ അണ്ണനും പിള്ളേരും മാത്രമേ മാത്രമേ ഉള്ളൂ. 2 പണിക്കാരുണ്ട് അല്ലേ? 3 മണിക്കാർ. 3 പണിക്കാരുണ്ട്. നമ്മുടെ പഴയ വണ്ടിയും പുതിയ വണ്ടിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അതാണ് നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടത്. വണ്ടി ഓടിക്കാനും അതുപോലെ പഴയ മോഡൽ വണ്ടി തന്നെയാണ്. പഴയ മോഡലുകളാണ് എപ്പോഴും നല്ലതില്ലേ ഓടിക്കാനും. ഇപ്പോഴത്തെ വണ്ടി ബൈക്ക് പോലെ പല സൈഡ് ബ്രേക്കും അതേ ഉള്ളൂ. പഴയ വണ്ടി തന്നെയാണ് ഓടിക്കാൻ പെർഫെക്ഷൻ കൂടുതലും ഓടിക്കാൻ യാത്രാസുഖമുള്ളതും അതായത് ലൈഫ് കൂടുതൽ. ആ എങ്ങനെയുണ്ടോ ആരോഗ്യമൊക്കെ? ഇപ്പം ആരോഗ്യം കുഴപ്പമില്ല. വയസ്സായില്ലേ, അതിൻ്റെ ആയിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്. എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 57.
പണ്ടൊക്കെ അന്നല്ല പഠിക്കാൻ പോകുമ്പോൾ ചിറ്റപ്പനുമായിട്ടൊക്കെ വീട്ടിൽ വന്നുള്ള രംഗങ്ങളൊക്കെ വീട്ടിൽ ഇരിക്കുന്നതൊക്കെ ഇപ്പോൾ നല്ല ഓർമ്മയുണ്ട്. പഴയ കുട്ടിക്കാലം മിക്കവാറും കാണാറുണ്ട് ഞാൻ മണിലാലിനെ യൂട്യൂബിൽ കാണാറുണ്ട്. ഇപ്പോൾ വരാൻ പോകണമെന്ന് പറയുന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്. ഫേസ്ബുക്കിൽ മിക്കവാറും കാണും, സംസാരിക്കാറുണ്ട്. പഴയ സൗഹൃദങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നു. ഡിസ്കണക്ട് ആയി കാണിച്ചു.